OMR ഷീറ്റ് എങ്ങനെ ബബിൾ ചെയ്യാമെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് ഈ വീഡിയോ ട്യൂട്ടോറിയൽ നിങ്ങളെ സഹായിക്കും. ഈ OMR ഷീറ്റിൽ 2 പേജുകളാണ് ഉള്ളത്. ഒരു പേജിൻ്റെ ഇരുപുറവും വരുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ പേജ് സ്റ്റുഡൻറ് നെയിം, സ്കൂൾ നെയിം, യുഡൈസ് കോഡ്, സ്കൂൾ മാനേജ്മെൻറ്റ് തുടങ്ങിയ ഡീറ്റെയിൽസ് നൽകുന്നതിന് വേണ്ടിയാണ്. ഇത് നിങ്ങൾക്ക് ടീച്ചറിൻ്റെ ഹെൽപ്പോടുകൂടി പൂർത്തിയാക്കാവുന്നതാണ്. രണ്ടാമത്തെ പേജാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേജ്. ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസ് അഥവാ ആൻസേഴ്സ് ബബിൾ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഈ സർക്കിൾ ചെയ്തിട്ടുള്ള ഓപ്ഷന് പറയുന്ന പേരാണ് ബബിൾസ്. നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ഓപ്ഷൻ ഈ OMR ഷീറ്റിൽ നിങ്ങൾ ബബിൾ ചെയ്യേണ്ടതുണ്ട്. ബബിൾ ചെയ്യുക എന്നാൽ കറുപ്പിക്കുക എന്നാണ്. ഇത് വളരെ രസകരമാണെങ്കിലും ഇതിന് ചില നിയമങ്ങളുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾ പൂരിപ്പിച്ച് നൽകുന്ന OMR ഷീറ്റ് സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുമ്പോൾ ശരിയായ ഉത്തരം സോഫ്റ്റ്വെയറിന് റീഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ OMR ഷീറ്റിൻ്റെ ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. 1. യൂസ് ഓൺലി ബ്ലാക്ക് ഓർ ബ്ലൂ ബോൾ പോയിന്റ് പെൻ എന്നതാണ്. അതായത് ബബ്ലിങ്ങിന് പെൻസിൽ യൂസ് ചെയ്യാൻ പാടില്ല, പേന മാത്രമേ ഉപയോഗിക്കാവൂ. അതും ബ്ലൂ കളറോ ബ്ലാക്ക് കളറോ മാത്രം. ബോൾ പോയിന്റ് പെൻ ആയിരിക്കണം. ഇങ്ക് പെന്നോ ജെൽ പെന്നോ യൂസ് ചെയ്യാൻ പാടില്ല. മഷി പടരുന്നതിന് സാധ്യതയുള്ളത് കൊണ്ടാണ് ഇങ്ക് പെൻ, ജെൽ പെൻ എന്നിവ ഉപയോഗിക്കുവാൻ പാടില്ലാത്തത്. കുട്ടി ബബിൾ ചെയ്ത റെസ്പോൺസ് പിന്നീട് തിരുത്തപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കുന്നതിനാണ് പെൻസിൽ ഉപയോഗിക്കുവാൻ പാടില്ലാത്തത്. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ഓരോ ക്വസ്റ്റ്യനും 4 ചോയ്സാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ OMR ഷീറ്റിൽ ഓരോ ക്വസ്റ്റ്യൻ നമ്പറിന് നേരെയും 4 ബബിൾസ് ഉണ്ടായിരിക്കും. ഇതിൽ നിങ്ങൾ കണ്ടെത്തിയ ശരി ഉത്തരത്തിൻ്റെ ഓപ്ഷനുള്ള ബബിൾ മാത്രം കറുപ്പിക്കുക. ഇതുപോലെ ശരി ഉത്തരം മാത്രം കറുപ്പിക്കുക. ഈ താഴെ കാണുന്ന രീതിയിലാണ് നിങ്ങൾ ബബിൾ കറുപ്പിക്കുകയോ മാർക്ക് ചെയ്യുകയോ ചെയ്തതെങ്കിൽ അത് ഇൻവാലിഡായി കണക്കാക്കപ്പെടും. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ഓവർ റൈറ്റിംഗ് പാടില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു ബബിൾ കറുപ്പിക്കുകയും പിന്നീട് അതിനു മുകളിൽ ക്രോസ് ചെയ്ത് അടുത്ത ബബിൾ കറുപ്പിക്കുകയും ചെയ്താൽ ഇൻവാലിഡ് ആയിട്ടാണ് അത് പരിഗണിക്കുന്നത്. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ബബിൾ ചെയ്ത OMR ഷീറ്റ് ഒരു സ്കാൻ ചെയ്ത സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് റീഡ് ചെയ്താണ് ഉത്തരങ്ങൾ പരിശോധിക്കുന്നത്. ആയതിനാൽ പ്രസ്തുത OMR മടക്കുകയോ കീറുകയോ ചെയ്യാൻ പാടില്ല. മേൽ പറഞ്ഞ കാര്യങ്ങൾ ഉദാഹരണങ്ങൾ വഴി നമുക്ക് പരിചയപ്പെടാം. 1. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തിയത് ഓപ്ഷൻ ബി ആണെങ്കിൽ ഇവിടെ ബി ബബിൾ ഇങ്ങനെ കറുപ്പിക്കുക. ക്വസ്റ്റ്യൻ 2ൻ്റെ ഉത്തരം സി ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇത് ഇൻവാലിഡ് റെസ്പോൺസ് ആണ്. 3. ക്വസ്റ്റ്യൻ 3ൻ്റെ ഉത്തരം എ ആണ്. അത് നിങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇതും ഇൻവാലിഡ് റെസ്പോൺസ് ആണ്. 4. ക്വസ്റ്റ്യൻ 4ൻ്റെ ഉത്തരം ഡി ആണ്. നിങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇതും ഇൻവാലിഡ് റെസ്പോൺസ് ആണ്. 5. ക്വസ്റ്റ്യൻ 5ൻ്റെ ഉത്തരം ബി ആയത് നിങ്ങൾ ഇങ്ങനെ ഒരു മെഷ് ടൈപ്പിൽ മാർക്ക് ചെയ്തു. ഇതും ഇൻവാലിഡ് റെസ്പോൺസ് ആണ്. ഇനി ക്വസ്റ്റ്യൻ 6ൻ്റെ ഉത്തരം സി ആണെന്ന് കരുതി നിങ്ങൾ ആദ്യം സി ബബിൾ ചെയ്തു. അതിനുശേഷം ശരി ഉത്തരം ഡി എന്ന് മനസ്സിലാക്കുകയും ഡി ബബിൾ ചെയ്യുകയും ചെയ്തു. ഇതും ഇൻവാലിഡ് റെസ്പോൺസ് ആണ്. അതുകൊണ്ട് ശരിയാണെന്ന് ഉറപ്പായതിനു ശേഷം മാത്രം ബബിൾ ചെയ്യുക. അതായത് ആദ്യത്തെ 6 ക്വസ്റ്റ്യനും നിങ്ങൾ കണ്ടെത്തിയ ഉത്തരം ശരിയായിരുന്നു എങ്കിലും ബബിൾ ചെയ്ത മിസ്റ്റേക്ക് കാരണം ഒരെണ്ണം മാത്രമേ സോഫ്റ്റ്വെയർ ശരിയായി കണക്കാക്കുകയുള്ളൂ. ഇനി ഈ 6 ഉത്തരങ്ങളും
എങ്ങനെ ശരിയായി ബബിൾ ചെയ്യാം എന്ന് നോക്കാം. ആദ്യത്തെ ഉത്തരം നിങ്ങൾ കണ്ടെത്തിയത് ബി. രണ്ടാമത്തെ ഉത്തരം നിങ്ങൾ കണ്ടെത്തിയത് സി. മൂന്നാമത്തെ ഉത്തരം നിങ്ങൾ കണ്ടെത്തിയത് എ. നാലാമത്തെ ഉത്തരം നിങ്ങൾ കണ്ടെത്തിയത് ഡി. അഞ്ചാമത്തെ ഉത്തരം നിങ്ങൾ കണ്ടെത്തിയത് ബി. ആറാമത്തെ ഉത്തരം നിങ്ങൾ കണ്ടെത്തിയത് ഡി. ഈ രീതിയിലാണ് നിങ്ങൾ ബബിൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ 6 ഉത്തരങ്ങൾ എഴുതി. ആ 6 ഉത്തരങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു. അത് നിങ്ങൾ കറക്റ്റായി ബബിൾ ചെയ്തുവെങ്കിൽ അത് സോഫ്റ്റ്വെയർ റീഡ് ചെയ്യുമ്പോൾ 6 ഉത്തരങ്ങളും ശരിയായി തന്നെ റീഡ് ചെയ്യും. OMR ഷീറ്റ് എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ചോദ്യം ശരിയായി വായിച്ച് ശരിയുത്തരം കണ്ടെത്തുന്നത് പോലെ പ്രാധാന്യമുണ്ട് അത്തരം ശരിയുത്തരങ്ങൾ OMR ഷീറ്റിലേക്ക് ബബിൾ ചെയ്യുന്നതും. എല്ലാവർക്കും ഈ വീഡിയോ സഹായകമാകും എന്ന് കരുതുന്നു. OMR ഷീറ്റിൽ ബബിളിംഗ് അല്ലാതെ മറ്റ് ഒരു മാർക്കും പാടില്ല. അത് ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഒരു ജോയ്ഫുൾ ആയിട്ടുള്ള മോഡൽ എക്സാം ആശംസിക്കുന്നു.